ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. ഏവർക്കും സാദര നമസ്കാരം. ഞാൻ ഷിജു ആചാരി, പവനൂർ, കോഴിക്കോട്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചഭൂതങ്ങളിൽ പെട്ട അഗ്നിയെക്കുറിച്ച് സംസാരിച്ചു. പഞ്ചാഗ്നി എന്താണെന്നും ഈ പഞ്ചാഗ്നിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും അത് കാന്തിക ദിശയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ ചാനൽ കാണുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇന്ന് നാം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പെടുന്ന വിഷയം ഭൂമി എന്നുള്ളതാണ്. പൃഥ്വി, അതായത് ജലവും ആകാശവും വായുവും ഈ ബ്രഹ്മാണ്ടത്തിൽ വളരെ മുമ്പേ ഉണ്ടായിരുന്നുവെങ്കിലും അഗ്നിയെയും അതേപോലെ തന്നെ ഭൂമിയെയുമാണ് വിശ്വപരബ്രഹ്മാവ് അവസാനമായി സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെയാണ് ഈ ഭൂമി എന്ന് പറയുന്ന ആ ഒരു ഭൗതികത നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഈ അനുഭവപ്പെട്ട ഭൂമി എല്ലാ സ്ഥലത്തും ഒരേ സ്വഭാവത്തോടെ അല്ല ഇരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഓരോ പ്രകമ്പനത്തോടെയാണ് ഇരിക്കുന്നത്. പ്രകമ്പനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദൈവികതയെയാണ്. നമുക്കറിയാം, വിവിധ തരത്തിലുള്ള ഭൂമികൾ നമ്മൾ കാണാറുണ്ട്. ഒരു മരുഭൂമിയിൽ ചെന്നാൽ നമുക്ക് അവിടെ വലിയൊരു പ്രകമ്പനം അനുഭവപ്പെടില്ല, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി അനുഭവപ്പെടില്ല. അതിൻ്റെ വൈബ്രേഷൻ തന്നെ വേറെ ഒരു മോഡിലായിരിക്കും. അതേസമയം നമ്മൾ ഒരു വനത്തിലെത്തിപ്പെട്ടാൽ അതിൻ്റെ വൈബ്രേഷൻ മറ്റൊരു രീതിയിലായിരിക്കും. അതേസമയം നമ്മൾ ഒരു തീരപ്രദേശത്ത് എത്തിപ്പെട്ടാൽ അതിൻ്റെ വൈബ്രേഷൻ വേറെ രീതിയിൽ. അതേസമയം നമ്മളൊരു കൃഷിസ്ഥലത്ത് എത്തിപ്പെട്ടാൽ അതിൻ്റെ വൈബ്രേഷൻ മറ്റൊരു രീതിയിലായിരിക്കും. നാം എപ്പോഴും ഒരു മെഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ആ ഒരു സാത്വിക ഭാവം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള കുറുക്കുവഴികളും എടുക്കാറുണ്ട്. നമ്മൾ ഓംകാരം ചൊല്ലാറുണ്ട്. ഓംകാരം ചെല്ലുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതീകമായി കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഭൂമി കഴിഞ്ഞ അഗ്നിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ 5 ഷഡാധാരങ്ങളായിട്ടാണ് ഈ ഭൂമി തന്നെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ 5 രൂപങ്ങളിലായിട്ടാണ് പ്രധാനമായും ഈ ഭൂമി നിലനിൽക്കുന്നത്. അതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ സ്വാത്വിക രജോ തമോ ഗുണങ്ങളനുസരിച്ചിട്ടാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭൂസങ്കല്പമല്ല, ആദ്യത്തെ ഭൂമി വിധാനം അല്ലെങ്കിൽ ആദ്യത്തെ തരത്തിലുള്ള ഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂർമ്മ ഭൂമിയാണ്. കൂർമ്മ ഭൂമി എപ്പോഴും ഫലഭൂയിഷ്ഠമായ അല്ലെങ്കിൽ കൃഷിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് വരാഹഭൂമിയാണ്. വരാഹം എന്ന് പറഞ്ഞാൽ അത് അതിശക്തതയും ദൃഢതയെയും അതിസാഹസികതയെയും കാണിക്കുന്നതാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ വരാഹഭൂമി എന്ന് പറയുന്നത്. പാറക്കെട്ടുകളും പർവ്വതങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഭൂമിയെയാണ് നമ്മൾ വരാഹ ഭൂമി എന്ന് പറയുന്നത്. മൂന്നാമതായി നരസിംഹഭൂമിയാണ്. നരസിംഹഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യത്തെയും സംരക്ഷണത്തെയും കാണിക്കുന്നതാണ്. ധൈര്യവും സംരക്ഷണവും നമുക്ക് നൽകുന്നതാണ് വരാഹ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗുഹകൾ, അതേപോലെ തന്നെ ആവാസ വ്യവസ്ഥിതിയോട് കൂടി ചേർന്നിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പ്രകൃതി തന്നെ അതേപോലെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള നിർമ്മിതികളുള്ള സ്ഥലങ്ങൾ, ഇത് ആത്മീയതയും അല്ലെങ്കിൽ ഭൗതികതയും ഇണക്കി ചേർക്കപ്പെടുന്ന ഒരു ഭൂസംവിധാനമാണ്. അതായത് നമ്മളിപ്പോൾ നിർമ്മിതി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു നരസിംഹഭൂമിയിലായിരിക്കണമെന്നാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ഏടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഭൂമിയായിരിക്കണം. ആ ഭൂമിയാണ് നരസിംഹഭൂമി എന്ന് പറയുന്നത്. നാലാമത്തതായി വാമനഭൂമിയാണ്.
വാമന ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കടൽ തീരവുമായി സമതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭൂമിയെ, അപ്പോൾ നമ്മുടെ ദശാവതാരങ്ങളിൽ ഈ ഒരു വിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കൂർമ്മമുണ്ട് അല്ലേ, അതുപോലെ തന്നെ വരാഹമുണ്ട്, അതേപോലെ തന്നെ നരസിംഹമുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന വാമനനുമുണ്ട്. അപ്പോൾ നമ്മുടെ വാമന കഥകളിൽ കേരളവുമായി ബന്ധപ്പെട്ടതാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കടൽ തീര ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് വാമന ഭൂമി എന്ന് പേര് വന്നത് എന്ന് നമുക്ക് നിഷ്കർഷിക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഭൂമിയെയാണ് നമ്മൾ വാമന ഭൂമി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തുമായിട്ടുള്ള ഭൂമി ത്രിവിക്രമ ഭൂമിയാണ്. ത്രിവിക്രമ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിശു ഭൂമി അല്ലെങ്കിൽ മരുഭൂമി ആയി കിടക്കുന്ന സ്ഥലത്തെയാണ് ത്രിവിക്രമ ഭൂമി എന്ന് പറയാം. അപ്പം ത്രിവിക്രമ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ ബ്രഹ്മത്തെ, ത്രിമൂർത്തി സംവിധാനങ്ങളെയും നമുക്ക് ഒരേ ബ്രഹ്മത്തിലേക്ക് കാണാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പം തരിശു ഭൂമിയിലാണ് നമ്മൾ ഇപ്പോൾ ഒരു വിശാലമായ ഒരു ഭൂമിയിലായിരിക്കും ഏറ്റവും നല്ല മെഡിറ്റേഷൻ നടക്കുക. പഴയ കാലഘട്ടത്തിൽ വനാന്തരങ്ങളിൽ ഒക്കെ ആളുകൾ ഇങ്ങനെ തപസ്സിരിക്കുന്നുണ്ട് എങ്കിലും അത് ഏതെങ്കിലും ഒരു പർവ്വത ശിഖരത്തിൽ സമതല ഭൂമിയിൽ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമതല ഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ ബ്രഹ്മശക്തി കൂടുതൽ. അതുകൊണ്ടാണ് ഇതിന് ത്രിവിക്രമ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാസ്തു ആചാര്യൻ ഇത്തരത്തിലുള്ള ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്